ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കേക്ക് തന്നെ ഉണ്ടാക്കാൻ പോവാണ്. പക്ഷേ വളരെ ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു കേക്കാണ്. ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. മറ്റൊന്നുമല്ല, ട്രെസ് ലച്ചസ് കേക്ക്. ഇതൊരു മെക്സിക്കൻ ഡെസേർട്ടാണ്. അവരുടെ സെലിബ്രേഷൻസിലൊക്കെ ഒത്തിരി ചെയ്യാറുള്ള ഒരു ഡെസേർട്ടാണ്. ട്രെസ് ലച്ചസ് എന്ന് സ്പാനിഷിൽ പറഞ്ഞാൽ 3 തരം മിൽക്ക് എന്നാണ് അർത്ഥം. 3 തരം മിൽക്ക് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഇവാപ്പറേറ്റഡ് മിൽക്ക്, പിന്നെ ഹോൾ മിൽക്ക്, ഫുൾ ഫാറ്റ് മിൽക്ക്. ചിലർ ഈ ഹോൾ മിൽക്കിന് പകരം ക്രീമും ഉപയോഗിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നാൽ ഇത് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ആലിയ ഭട്ട്സ് ഫേവറേറ്റ് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ വരും. ഓരോരുത്തർ ഈ ഫുഡ് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നവർ ആ കഫേ പോയി കഴിച്ച്, ഈ കഫേ പോയി കഴിച്ച്, അവിടെ കഴിച്ചു ഇവിടെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നത് കാണാം. ഞാനിത് ആക്ച്വലി ആദ്യമായിട്ട് കഴിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അത് US വെച്ചിട്ടാണ്. അതങ്ങനെ കഴിച്ചു. പിന്നെ കുറേ കാലമായി. പിന്നെ ഞാനത് കഴിച്ചിട്ടുണ്ട്. അതും പുറം രാജ്യങ്ങളിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഇതേക്കുറിച്ച് മറന്നുപോയി എന്ന് തന്നെ പറയാം. പിന്നെ ഇതിപ്പം ഇങ്ങനെ ഒരു ട്രെൻഡിങ് ആയിട്ട് കുറേ നാളായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കത് ചെയ്തിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറയാനില്ല, എന്നാലും ഒരുപാട് ട്രെൻഡിങ് ആയിട്ടും ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്കാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളുടെ ഈ ക്രിസ്മസ് സീരീസ് വീഡിയോസിൽ ഇതും കൂടെ ഉൾപ്പെടുത്താം. കാര്യം ആരെങ്കിലും ഇങ്ങനെ ക്രിസ്മസ് ഡിന്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെറ്റ് ടുഗദറൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ബേസിക്കലി ഒരു സ്പഞ്ച് കേക്കാണ്, ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അത് സ്പെഷ്യൽ ആക്കുന്നത് ഈ മിൽക്കിൻ്റെ ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ട് ആക്ച്വലി ഒരു പുഡിംഗ് ടെക്സ്ചർ വരും. ഇങ്ങനെ വളരെ ഇത്രയും പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് അതിങ്ങനെ തണുപ്പിച്ചിട്ട് പിന്നെ അത് സെർവ് ചെയ്യുമ്പോൾ ഈ വിപ്ഡ് ക്രീം മേലെ വെച്ചിട്ട് സെർവ് ചെയ്യുക. പാലിൻ്റെ മിക്സ് ഇതിൽ ഒഴിച്ച് സെർവ് ചെയ്യുക. എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതായിരിക്കാം. ചിലർ പലയിടത്തു നിന്നും കഴിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഏതായാലും നമുക്ക് ഇന്ന് ഈ ട്രെസ് ലച്ചസ് കേക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും ഒന്ന് അരിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഇനി ഒരു 4 മുട്ട യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് നേരം ബീറ്റ് ചെയ്യുമ്പോഴത്തേനും അതൊരു സോഫ്റ്റ് പീക്ക് ആകത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക ഹൈ സ്പീഡിൽ. അപ്പോഴത്തേക്കും സ്റ്റിഫ് പീക്കാകും. സ്റ്റിഫ് പീക്ക് എന്ന് പറഞ്ഞാൽ ബീറ്ററിൻ്റെ ഇതിൽ നിന്നും താഴെ വീഴാത്ത പോലെ, പാത്രം നമ്മൾ കമിഴ്ത്തി പിടിച്ചാലും താഴെ പോകില്ല. അതാണ് സ്റ്റിഫ് പീക്ക്. അപ്പോഴത്തേക്കും നമ്മൾ ബീറ്റ് ചെയ്യുന്നത് മതിയാക്കാം. ഇതാണ് സ്റ്റിഫ് പീക്ക്. ഇതിപ്പോൾ പാത്രം കമിഴ്ത്തി പിടിച്ചാലും താഴെ പോകുന്നില്ല. ഇനി ആ എഗ് യോക്കിലേക്ക് 3/4 കപ്പ് ഷുഗറും 2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം ചേർത്ത് വെക്കുന്ന അത് ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്യുക. ഓവർ മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി നമ്മളുടെ ഇലക്ട്രിക് മിക്സറിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനി നമ്മൾ ആ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ അതിൻ്റെ പാതി എടുത്തിട്ട് ഇതിലേക്ക്
ചേർത്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഫോം അത് ഡിസ്റ്റർബ് ആകാൻ പാടില്ല. അത് നമ്മൾക്ക് ആ എയർ ഇതിലേക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ബാക്കി പാതിയും ചേർത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പറയാൻ മറന്നു, ട്രഡീഷണൽ ഡ്രസ് ലച്ചസ് കേക്കിൽ ബട്ടറോ ഓയിലോ അങ്ങനെയുള്ളതൊന്നും ചേർക്കില്ല. ഓവർ മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ ഈ കാണിക്കുന്ന പോലെ തന്നെ അങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ എടുത്തിട്ട് ജസ്റ്റ് ബട്ടർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഇതാണ് എടുക്കുന്നത്. ഒരു 10x10 ആണ്. നിങ്ങൾക്ക് റൗണ്ടോ റെക്റ്റാങ്കുലർ ഷേപ്പോ ഏത് വേണേലും എടുക്കാം. ഇതിൽ ബട്ടർ പേപ്പർ ഇടേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇതിൽ തന്നെയാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി 180 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം, ഡിപ്പെൻസ് ഓൺ ഈച്ച് അവൻ. അതിനുശേഷം നമുക്ക് ഡ്രസ് ലച്ചസ് റെഡിയാക്കാം. ഡ്രസ് ലച്ചസ് എന്ന് പറഞ്ഞാൽ ആ 3 മിൽക്കിൻ്റെ മിക്സ്. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കും 1 ക്യാൻ ഇവാപ്പറേറ്റഡ് മിൽക്കും 1 ക്യാൻ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. പാല് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ്. പിന്നെ ഇവാപ്പറേറ്റഡ് മിൽക്ക് അത് കാർനേഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ്. എനിക്കിവിടെ അല്ലാതെ കിട്ടുന്നില്ലായിരുന്നു. കാർനേഷൻ, റെയിൻബോ ഇതൊക്കെയാണ് കിട്ടാറുള്ള ബ്രാൻഡ്. മിൽക്ക് മിക്സ് അങ്ങനെ റെഡിയാക്കി വെക്കുക. കേക്ക് ബേക്ക് ആയതിന് ശേഷം അതൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂയറോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ച് നിറയെ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ഈ മിൽക്ക് മിക്സ് അതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലതായിട്ട് സോക്ക് ആകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മിൽക്ക് മിക്സിൻ്റെ ഒരു 70% ഇതിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി ഭാഗം സേവ് ചെയ്യാം. നമ്മൾക്ക് അത് സെർവ് ചെയ്യുമ്പോൾ ഒഴിച്ച് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് മിൽക്കിൽ ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കണം. ഒരു ക്ലിങ് റാപ്പോ അല്ലെങ്കിൽ ഒരു ഫോയിലോ ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചിട്ട് അതിന് ശേഷം വിപ്ഡ് ക്രീം നന്നായിട്ട് മേലെ സ്പ്രെഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ പിന്നെ ബാക്കി വെച്ചേക്കുന്ന പാലിൻ്റെ മിക്സും കുറച്ചൊഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. വിപ്ഡ് ക്രീമിൻ്റെ റെസിപ്പി ഇതിന് തൊട്ട് മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കൂ. ആ റെസിപ്പി ഫോളോ ചെയ്ത് ഈ വിപ്ഡ് ക്രീം ചെയ്യാവുന്നതാണ്. അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിലും നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ടും നല്ല അഫോർഡബിളായിട്ടും നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ വിപ്ഡ് ക്രീം ചെയ്യാമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഒരു സ്ട്രോബെറിയോ ചെറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡെക്കറേഷന് വേണ്ടി വെക്കാവുന്നതാണ്. അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു ജസ്റ്റ് ചെറി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഒരു ഇത്തിരി ആ പാലിൻ്റെ മിക്സ് ഡ്രസ് ലച്ചസ് അതൊഴിച്ച് സെർവ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുക. അത് അത്ര ടേസ്റ്റിയാണ്. കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. എന്താണെങ്കിലും ഇത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഡ്രസ് ലച്ചസ് കേക്കൊക്കെ ഉണ്ടാക്കി. മെൽറ്റ് ഇൻ യുവർ മൗത്ത് എന്ന് അറിയത്തില്ലേ, അങ്ങനത്തെ ഒരു നല്ലൊരു ഫീലാണ് അത്. ആ ഒരു പാലിൻ്റെ മിക്സിൽ ഇങ്ങനെ അതിങ്ങനെ കുതിർന്നിരുന്നിട്ട് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ടെടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു നല്ലൊരു ഫീലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തന്നെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റു വീഡിയോ കാണുന്നവർക്ക് സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ബൈ.